ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, മംഗളവാർത്ത കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ രക്ഷാകര ദൗത്യത്തിന് അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകങ്ങളെല്ലാം ചേർത്ത് വെച്ച് നമ്മൾ ആരാധന ക്രമവത്സരം ആഘോഷിക്കുന്നു. അതിലെ ആദ്യത്തെ ആഴ്ചയിലേക്ക് നമുക്ക് കയറുമ്പോൾ സഭാമാതാവ് ഒരു കുടുംബത്തെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. നമുക്കറിയാം, സഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു കുടുംബമാണ്. അപ്പോൾ ഒരു അതിസാധാരണ ഒരു കുടുംബത്തെ നമുക്ക് ഇന്ന് സഭ പരിചയപ്പെടുത്തി തരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കുടുംബം അതിസാധാരണമായി തീരുന്നു എന്നാണ്. ഒരുപക്ഷേ ഇതിലെ ഭർത്താവ് ഒരു പുരോഹിതനായതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഭാര്യ ദൈവമാതാവിൻ്റെ ചാർച്ചക്കാരി ആയതുകൊണ്ടായിരിക്കാം. അല്ല, ഈ സാധാരണ കുടുംബത്തെ അതിസാധാരണമാക്കുന്നത് ഇവരുടെ ജീവിതാനുഭവവും ഇവരുടെ ദൈവവീക്ഷണവുമാണ്. ലൂക്കാ സുവിശേഷകൻ ഈ കുടുംബത്തെക്കുറിച്ച് വിവരിക്കുന്നത് അല്ലെങ്കിൽ ഈ കുടുംബത്തെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും എല്ലാം കുറ്റമറ്റ വിധം പാലിക്കുന്നവരുമായിരുന്നു എന്നാണ്. ഇതാണ് ഇവരുടെ ദൈവവീക്ഷണവും ജീവിതാനുഭവവും. ഞാൻ പറഞ്ഞു വരുന്നത് പുരോഹിതനായ സക്രിയയെയും ദേവമാതാവിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെയും കുറിച്ചാണ്. വൃദ്ധരായ ഒരു കുടുംബം. പക്ഷേ ഈ കുടുംബത്തിനൊരു ഫോൾട്ടുണ്ട്. സാധാരണ നമ്മൾ വിവാഹിതരാകാൻ പോകുന്ന നവദമ്പതികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്തിനു വേണ്ടിയാടാ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്? എന്തിനു വേണ്ടിയാടാ നിങ്ങൾ വിവാഹിതരാകുന്നത്? എന്താണ് വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി പറയുന്നതും കൊണ്ട് തന്നെ അവർക്കറിയാം, ലവ് ആൻഡ് ലൈഫാണ് വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന്. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും അതുതന്നെയാണ്. സ്നേഹവും അതുപോലെ തന്നെ കുട്ടികളെ വളർത്തലുമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ കുടുംബം, സക്രിയയും എലിസബത്തും അടങ്ങുന്ന ആ കുടുംബത്തിന് സന്താന ഭാഗ്യമില്ല. ഇത് ഇവരുടെ കുഴപ്പം കൊണ്ടല്ല. ഇവർ ദൈവത്തിനു മുമ്പിൽ ഏറ്റവും വിശ്വസ്തരും കർത്താവിന് വേണ്ടി ദിനം പ്രതി ധൂപങ്ങളും അതുപോലെ തന്നെ ആരാധനകളും സമർപ്പിക്കുന്നവരാണ്. പക്ഷേ ഇവർക്ക് കുടുംബത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായ സന്താനങ്ങളില്ല. നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ച് നോക്കിയേ, ഇങ്ങനെയൊരു ബാക്ക്ഗ്രൗണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഫലമാണ് നമ്മൾ ദൈവത്തെ ആരാധിച്ചതിന് ശേഷവും അതുപോലെ തന്നെ ദൈവത്തിന് സ്തുതിച്ച ശേഷവും നമുക്ക് ലഭിക്കുന്നെങ്കിൽ നമ്മുടെ ചിന്താരീതി എന്തായിരിക്കും? വിഷമായിരിക്കാം, അല്ലേ? സങ്കടം വരും. ചിലപ്പോൾ ദൈവത്തെ പരിചാരുന്ന രീതിയിൽ വരെ നമ്മുടെ ചിന്തകൾ, ദേഷ്യപ്പെടുന്ന രീതിയിൽ വരെ നമ്മുടെ ഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ വൃദ്ധരാണ്, ഞാൻ പറഞ്ഞ പോലെ ഈ ദമ്പതികൾ വൃദ്ധരാണ്. എന്നിട്ടും നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന പോലെ നിറക്ക് വീണ ഉടനെ ഇവർ ദേവാലയത്തിൽ പോയി ദൈവത്തിൻ്റെ വേണ്ടി ധൂപാർപ്പണവും ആരാധന സമർപ്പിക്കാൻ തയ്യാറാണ്. ഇതാണ് ഇവരെ സാധാരണയിൽ നിന്ന് അസാധാരണമാക്കുന്നത്. സ്നേഹമുള്ളവരെ, ക്രിസ്മസിന് വേണ്ടി തിരപ്പിറവിക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും നല്ലതാണ്. പൂർണ്ണമായിട്ട് ഒരുങ്ങാൻ, എപ്പോഴും റെഡിയായിട്ടിരിക്കാൻ, ജാഗരൂകരായിട്ടിരിക്കാനായിട്ട് നമ്മൾ റെഡിയാവണം. അങ്ങനെയുമ്പോൾ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശമായ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ കുടുംബത്തിന് സംഭവിക്കുന്നത് പോലെ വൃദ്ധരായിരുന്നിട്ടും വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ടും വലിയൊരു മധ്യസ്ഥം വഹിക്കാനായിട്ടും ഈ കുടുംബത്തിന് സാധിച്ചു. ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കുവാനായിട്ട് വരുന്നവൻ്റെ അമ്മയും അപ്പനുമായിട്ട് ഇവരെ മാറ്റിയിരിക്കുകയാണ്. ദൈവം മനുഷ്യൻ്റെ അവതരിക്കുമ്പോൾ അവനെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനത്തെ രൂപപ്പെടുത്തുവാനായിട്ട് ഈ മകന് സാധിച്ചു. ഇതാണ് ദൈവം ഇവരുടെ ഇത്രയും കാലത്തെ വാർദ്ധക്യം വരെയുള്ള ഇവരുടെ ഇത്രയും കാലത്തെ ജീവിതത്തിന് ഒരുക്കത്തിനും ഇവരുടെ പ്രാർത്ഥനയ്ക്കും ഇവരുടെ ആ അർപ്പണത്തിനും കൊടുത്ത മറുപടി, സമ്മാനം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ, ക്ലേശങ്ങൾ, സങ്കടങ്ങൾ, ഒരു പക്ഷേ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്നോട് ഇങ്ങനെ കാണിക്കുന്നു എന്ന ചിന്തകൾ വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരും. ഒന്ന് ആലോചിക്കുക, സമയമെടുത്താലും ദൈവം അതിന് നമുക്ക് പ്രത്യുത്തരം നൽകും. ക്രിസ്മസിൻ്റെ ഈ സന്ദേശമായ പ്രത്യാശയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഈ കുടുംബത്തെ ഒരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ദൈവം എന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ദൈവം എന്നും എൻ്റെ നിയോഗങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഹിതമല്ല കർത്താവിൻ്റെ ഹിതമാണ് അത് ഭൂമിയിൽ
എങ്ങനെ നിറവേറണമെന്നും കർത്താവ് തന്നെ തീരുമാനിക്കണേ എന്ന ബോധത്തോടു കൂടി ഞാൻ എന്താഗ്രഹിക്കുന്നോ ദൈവകൃപയാലാണെങ്കിൽ അത് സാധിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഈ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമുക്കൊരുങ്ങാം. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ക്രിസ്തുവിനെ, ദിവ്യ ശിശുവിനെ നമ്മുടെ ആലയങ്ങളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും സജ്ജമാക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.